30 സെക്കൻഡ് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മൾ ആ കോംപ്ലക്സിലേക്ക് കടന്നിരിക്കുന്നു, കോടതിയുടെ കോംപ്ലക്സിലേക്ക് കടന്നിരിക്കുന്നു. അതുവഴി ഇപ്പോൾ ജയിലിലേക്ക് വാഹനം കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര സബ് ജയിലിലേക്ക് പോകുന്നു. സബ് ജയിലിനകത്തേക്കുള്ള വഴിയിൽ, പ്രധാന വഴിയിൽ നിന്നും, മാവേലിക്കരയിൽ നിന്നുള്ള പ്രധാന റോഡിൽ നിന്നും വാഹനം അകത്തേക്ക് കയറി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം, രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള വാഹനം തടഞ്ഞിരിക്കുന്നു. വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ജയിലിന് തൊട്ട് മുന്നിൽ വലിയ പ്രതിഷേധം. രാഹുലുമായുള്ള വാഹനം, രാഹുൽ വാഹനത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാഹുൽ വാഹനത്തിന് അകത്തുണ്ട്. ആ വാഹനത്തിന് മുന്നിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഹനം അകത്തേക്ക് കടത്തിവിടാൻ തയ്യാറാകുന്നില്ല. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിട്ട് കൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ എത്തുന്നു. ചില്ലിൽ ആഞ്ഞടിക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുലുമായുള്ള വാഹനം ഇവിടേക്ക് കടന്നു പോവുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമുക്ക് കാണാൻ അകത്തേക്ക്, ഈ വാഹനത്തിന്, പോലീസ് വാഹനത്തിന് അകത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഡിവൈഎഫ്ഐ പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. രാഹുൽ ഈ പോകുന്ന വാഹനത്തിൽ രാഹുൽ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സബ് ജയിലിൽ നിന്നും ഈ വാഹനം ഇതുപോലെ തന്നെ അകത്തേക്ക് കയറ്റുകയല്ലാതെ വാഹനം, ജയിലിന്റെ കവാടം അതാ തുറന്നിരിക്കുകയാണ്. അപ്പോൾ രാഹുലിന്റെ വാഹനത്തിൽ നിന്നും ആ വാഹനത്തിൽ ഇതാ ജയിലിനുള്ളിലേക്ക്, സബ് ജയിലിനുള്ളിലേക്ക് രാഹുലിനെ കയറ്റുകയാണ്. കയറ്റിയ ശേഷം ഇതാ ജയിലിന്റെ കവാടവും അടച്ചിരിക്കുന്നു. ആശുപത്രിയിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി വേണം എന്ന പോലീസിന്റെ ആവശ്യം അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതിനാടകീയമായ രംഗങ്ങൾ, വലിയ പ്രതിഷേധം, വാഹനം തടയൽ ഉൾപ്പെടെ നമ്മൾ മാവേലിക്കര സബ് ജയിലിന് മുന്നിൽ, സ്പെഷ്യൽ ജയിലിന് മുന്നിൽ കാണുകയാണ്. ഒരു MLAക്കെതിരെയാണ് ഈ വലിയ രോഷമുണ്ടാകുന്നത്. രോഷം സ്വാഭാവികമാണ്. അത് എതിർ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മാത്രമല്ല, അതിനുമപ്പുറത്തേക്ക് അതിഗൗരവതരമായ തുടർച്ചയായ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തപ്പെടുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയിലിന് മുന്നിൽ വലിയ പ്രതിഷേധം, വാഹനം തടയൽ, വാഹനത്തിന്റെ ചില്ലിലും മറ്റും അടിച്ചുള്ള പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അമൽ, തുടരാം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും സ്പെഷ്യൽ സബ് ജയിലിന് മുന്നിൽ തുടരുകയാണ്. ഈ പോലീസ് വാഹനം എന്നല്ല, നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ പോലീസിന്റെ വാഹന വ്യൂഹം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഇത്തരത്തിൽ വാഹനം പോകുന്നത് VVIPകൾ പോകുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാഹന വ്യൂഹമുണ്ട്. അതുപോലെ ആയിരുന്നു ഓരോ പോലീസ് സ്റ്റേഷൻ പരിധി കടക്കുമ്പോഴും ഒപ്പം ചേരുന്ന പോലീസ് വാഹനങ്ങൾ പിന്നീട് സാധാരണ നിലയിൽ ആ സ്റ്റേഷൻ പരിധി കഴിയുമ്പോൾ ആ വാഹനം മാറി അടുത്ത സ്റ്റേഷനിലെ വാഹനം കയറുകയാണ് പതിവ്. എങ്കിൽ ഇത് പത്തനംതിട്ട മുതൽ ഇവിടേക്കുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഓരോ വാഹനം വീതം കടന്നു വന്ന വഴികളിലെല്ലാം ഈ ഒപ്പം ചേർന്നു. രാഹുലിനെ കൊണ്ടുപോകുന്ന വാഹനത്തിന് ഒപ്പം ചേർന്നു. അതിനുശേഷമാണ് പിന്നീട് ഇവിടേക്ക് എത്തുന്നത്. ഈ ജയിലിന് മുന്നിലെ സ്പെഷ്യൽ ജയിലിന് മുന്നിലെ ഒരു പ്രതിഷേധം നേരത്തെ പോലീസ് കണ്ടിരുന്നു. പക്ഷേ അധികം പ്രവർത്തകർ ഇല്ല എന്നുള്ള ഒരു ധാരണയിൽ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, പിന്നാലെ എത്തുന്ന പോലീസുകാരെ ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ മാറ്റാം എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ പറയുന്ന ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ കണ്ട പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിന് സമാനമായി തന്നെയുള്ള പ്രതിഷേധം ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. വാഹനം തടഞ്ഞിട്ടുള്ള ആ പ്രതിഷേധമായിരുന്നു. കടന്നു വരുന്ന വഴികളിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള